മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമ്പോൾ മറ്റൊരു ശ്രദ്ധേയമായ നീക്കം കൂടി ഉണ്ടായിരിക്കും. അതായത് ഒന്നാം ബലാത്സംഗ കേസാണ്. ഒന്നാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പരാതിക്കാരി ഹൈക്കോടതിയിൽ എത്തിയിരിക്കും. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പരാതിക്കാരിയുടെ മറുപടി സത്യവാങ്മൂലം. രാഹുൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയെന്നും ഗർഭിണിയായിരിക്കെ മൃഗീയമായി പീഡിപ്പിച്ചുവെന്നും പരാതിക്കാരി. അഹമ്മദ് മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, ഇന്നിപ്പോൾ മൂന്നാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുമ്പോൾ തന്നെയാണ് അതിനെ എതിർത്തുകൊണ്ട് പരാതിക്കാരിയുടെ സത്യവാങ്മൂലം കൂടെ വന്നിരിക്കുന്നത്. ഇതുകൂടെ പരിഗണിക്കപ്പെടും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പരാതിക്കാരിയുടെ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്? എപ്പോഴാണ് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുക? ഈ കേസിൽ ഇന്ന് ഈ കേസ് പരിഗണിക്കാനിരിക്കെ കഴിഞ്ഞ തവണ ഈ പരാതിക്കാരി തന്നെ ഈ കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ നൽകുകയും അതിനെ കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കോടതി അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ളത്, ആ അപേക്ഷയിൽ തന്നെ അവർ പറഞ്ഞിരുന്നത് തനിക്ക് കുറെ അധികം കാര്യങ്ങൾ കോടതിയിൽ പറയാനുണ്ട്, തന്റെ കൂടി ഭാഗം കേട്ട ശേഷമായിരിക്കും, പ്രത്യേകിച്ച് അതിരൂക്ഷമായ സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് രാഹുലിന് ജാമ്യം നൽകുന്നതിനെ എതിർക്കാൻ തനിക്ക് ചില മതിയായ കാരണങ്ങളുണ്ട്, അതുകൂടി കേട്ട ശേഷമായിരിക്കണം കോടതി തീരുമാനമെടുക്കുക. അത് അംഗീകരിച്ച കോടതി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു മറുപടി സത്യവാങ്മൂലമായി ഒരു കൗണ്ടർ അഫിഡവിറ്റായി കോടതിയിൽ കൃത്യമായി നൽകണമെന്നുള്ളതാണ് കോടതി അന്ന് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ അതിജീവിതയുടെ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയുടെ കൗണ്ടർ അഫിഡവിറ്റ് ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുകയാണ്. അതിനകത്ത് കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ജാമ്യം നൽകരുതെന്നാണ് ആ അഫിഡവിറ്റിനകത്ത് കൃത്യമായി പറയുന്നുള്ളത്. ഒന്ന്, രാഹുൽ ഒരു ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണ്. അതുകൊണ്ട് ഗർഭിണിയായിരിക്കെ മൃഗീയമായി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. താൻ ഗർഭഛിദ്രം നടത്തിയെന്ന് പറയുന്നത് രാഹുൽ പറയുന്നത് അത് താൻ കൂടി ചെയ്തതാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അത് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഗർഭഛിദ്രം നടത്തിയത്. മാത്രമല്ല, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്റെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിലുണ്ട്. ആ രാഹുലിന് ഇത് മുൻകൂർ ജാമ്യം നൽകിയാൽ തന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്താകുമെന്ന് തനിക്ക് ഭയമുണ്ട്. മാത്രമല്ല, വളരെ ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ കൂടെ ഉന്നയിക്കുന്നുണ്ട്. അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ കേസുകൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ അന്വേഷണ സംഘത്തിന് രാഹുൽ പ്രതിയായ അല്ലെങ്കിൽ രാഹുൽ ആരോപണ വിധേയനായിട്ടുള്ള കുറെ അധികം പീഡന കേസുകളെ പറ്റി ധാരണയുണ്ട്, ഒരു വിവരമുണ്ട്. പലതും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മാത്രമുള്ളൂ. പക്ഷെ അതിൽ തന്നെ പ്രായപൂർത്തിയാകാത്തൊരു അതിജീവിത പോലും ഉണ്ട് എന്നതുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളുമുണ്ട്. മാത്രമല്ല, ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുലിന്റെ മനോഭാവം സംബന്ധിച്ച് നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകിയിട്ടുള്ള കാര്യമാണ്. അതായത് വളരെ സാഡിസ്റ്റായ ഒരു മനോഭാവമുള്ള, ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള, ഗുരുതരമായ മനോവൈകൃതമുള്ള ആൾ കൂടിയാണ് രാഹുൽ. അതുകൊണ്ട് ഈ രൂപത്തിൽ കുറേയധികം ആളുകൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ തന്റെ പ്രൈവസിയും ഒക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതൊരു കേസ് മാത്രമല്ല, രാഹുലിന്റെ ഫോണിൽ ഇപ്പോഴും ഇത്തരം വീഡിയോകളുണ്ട്. അതിന്റെ പകർപ്പ് ഉൾപ്പെടെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രാഹുലിന് ഇപ്പോൾ ജാമ്യം നൽകുന്നത് തനിക്ക് കൂടി ഭയമുളവാക്കുന്നതാണ്, തനിക്ക് കൂടി ഭീഷണിയുള്ളതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ജലസ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേസ് പരിഗണിക്കുകയാണ്. സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് ഇന്ന് പരിഗണിക്കുന്ന കൂടിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസ് ഹൈക്കോടതിയുടെ ഈ അഫിഡവിറ്റ് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അത് കൂടി കേട്ട ശേഷമായിരിക്കും, അതിനകത്ത് കൃത്യമായ വാദം നടന്നതിന് ശേഷമായിരിക്കും. ഒന്നാമത്തെ കേസിന്റെ നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് എന്താണ് എന്ന് വെച്ചാൽ, നേരത്തെ കസ്റ്റഡി അറസ്റ്റ് തടഞ്ഞിരുന്നു, ജാമ്യവും നേരത്തെ നൽകിയിരുന്നു. അപ്പോൾ ഇന്ന് ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഒന്നാമത്തെ കേസിൽ വീണ്ടും അറസ്റ്റിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമോ? തീർച്ചയായും. ആദ്യത്തെ നടപടി തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ നടപടിയായിരുന്നു. അതിൽ നിന്ന് അത് അവിടെ തള്ളിയ സാഹചര്യത്തിലാണ് നേരെ ഹൈക്കോടതിയിലേക്ക് വന്നത്. ആദ്യ ദിവസം തന്നെ ഇത് പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് നൽകി. അതായത് ഈ അപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കാലയളവിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു രാഹുലിന് അനുകൂലമായ ഒരു ഘടകം എന്നുള്ളത്. അത് വളരെ വിശദമായി കേസിന്റെ മെറിറ്റിൽ, പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ കോടതി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനും അതിനകത്ത് വിശദമായ വാദം കേൾക്കാനും, പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേയധികം വാദങ്ങൾ കോടതിക്കകത്ത് നിരത്താനുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. അംഗീകരിച്ച കോടതിയാണ് തൽക്കാലത്തേക്ക് നോട്ട് ടു അറസ്റ്റ് കൊടുത്തത്. ഇപ്പൊ അതിജീവിത അതിനകത്ത് കഴിഞ്ഞ ആഴ്ച ഇത് ഇടക്കാല ബെഞ്ചിൽ വന്ന സമയത്ത് അന്ന് അതിജീവിതയെ കക്ഷി ചേർക്കാൻ കോടതി പറഞ്ഞു. ആ സമയത്ത് ഇത് അന്തിമമായി ഉത്തരവ് വരുന്നവരെ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് കോടതി നീട്ടുകയും ചെയ്തു. ഇന്നിപ്പോ അതിനകത്തൊരു തീരുമാനം വരികയാണെങ്കിൽ അത് രാഹുലിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതിനനുസരിച്ചിരിക്കുന്നു രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ. ശരി, അഹമ്മദ് മുജിതബയാണ് വിവരങ്ങൾ നൽകിയത്.